ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു ചെറിയൊരു വണ്ടി എടുക്കണമെന്നുള്ളത്. അപ്പോൾ ചെറിയൊരു കാർ എടുക്കാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നേരെ ഷോറൂമിലേക്കാണ് പോകുന്നത്. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണ് വണ്ടിയെന്ന് വെച്ചാൽ നോക്കിയിട്ട് അത് ബുക്ക് ചെയ്യണം. അതാണ് ഇന്നത്തെ പ്ലാൻ. എന്താണ് വണ്ടികളൊന്നും കണ്ടിട്ടില്ല, കണ്ടിട്ട് ബുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ വെൽക്കം. ഹായ്. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും മദറും കൂടി വന്നിട്ടാണ് ഞങ്ങളിപ്പോൾ വണ്ടി ഒരെണ്ണം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെലിവറി ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ട് നമ്മളന്ന് രാവിലെ വന്ന് വണ്ടി എടുക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ നോക്കുന്ന ചെറിയ വണ്ടിയല്ല. അപ്പോൾ മാരുതിയുടെ സുസുക്കിയുടെയാണ് നോക്കുന്നത്. അപ്പോൾ സുസുക്കിയുടെ ചെറിയൊരു വണ്ടിയാണ് നോക്കുന്നത്. അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വണ്ടി ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഡേറ്റ് 25th ക്രിസ്മസ് രാവിലെ നമ്മൾ എടുക്കാൻ വിചാരിച്ചു. ഹലോ. അപ്പം നമ്മളിപ്പോൾ ഈവനിങ് ആയിട്ട് ദി ഹെർത്ത് കിച്ചണിലാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ട്രീറ്റ്. നമ്മൾ വണ്ടി ബുക്ക് ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിന് ചെറിയൊരു ട്രീറ്റ്. ജോർജ് കുട്ടന് പിസ്സ വേണമെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. ഹെർത്ത് കിച്ചൺ പിസ്സ. അങ്ങനെ നമ്മൾ ഹെർത്ത് കിച്ചണിൽ വന്നിരിക്കുകയാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് പിസ്സയാണ് ഹെർത്ത് കിച്ചണിൻ്റെ. അല്ലേ മമ്മി? നല്ല പിസ്സ അല്ലേ ഇവിടുത്തെ? ജോർജിക്കുട്ട, വാട്ട് ആർ യു ഡൂയിങ്? ബട്ടർഫ്ലൈ ഒന്ന് കളിച്ച് നോക്കട്ടെ. അവിടെ നിന്ന് കളിച്ച്. ബട്ടർഫ്ലൈ where are you? What are you doing? അങ്ങനെ ചെയ്യരുത് ബാബേ. Don't do that. Georgie, don't do that. അപ്പോൾ നമ്മൾ ഇങ്ങനെ എൻ്റെ ഫേവറേറ്റ് പിസ്സയായിരുന്നു ഇവിടെ വന്നിരിക്കുകയാണ്. അതിന് ബുക്ക് ചെയ്തതിൻ്റെ ഒരു സന്തോഷമാണ്. ഗോവയിൽ ചെന്ന്, അതെ, ഈ എർത്ത് കിച്ചണിൽ വരുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ് ഗോവയുടെ ഒരു ഫീലിംഗ് അല്ലേ മമ്മ? ഗോവയിലെ കാഫറ്റീരിയയിലൊക്കെ പോകുന്ന അവിടുത്തെ ഒരു വൈബാണ് നമ്മൾ എർത്ത് കിച്ചണിൽ വരുമ്പോഴത്തേക്കും. അങ്ങനെ ഒരു ഫുൾ ലൈറ്റും കാര്യം. അവിടെ പിന്നെ ഫുൾ ടൈം ലൈറ്റായിരിക്കാം റെസ്റ്റോറൻറ്റ്സിലൊക്കെ. ഇവിടെ നമുക്ക് ക്രിസ്മസ് വരണമെങ്കിൽ ലൈറ്റ് ഇടാനായിട്ട് അതേപോലെ. പക്ഷെ എല്ലാ റെസ്റ്റോറൻറ്റ്സും ഇതുപോലെ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ലൈറ്റാണ്. എന്ത് രസമായിരിക്കും കാണാനായിട്ട്. ഒരു പ്രത്യേക, വീട്ടിലെ മടുത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനത്തെ ഫുൾ ലൈറ്റൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ദിസ് ഇസ് ഡോണോ പോള പിസ്സയാണ്. ഡോണോ പോള പിസ്സ ഫോർ ജോർജി. ജോർജിന് ഇഷ്ടമാണോ പിസ്സ? യെസ്. മമ്മ ലൈക്ക് പിസ്സ? നോ. മമ്മ ലൈക്ക് പിസ്സ? യെസ്. And mama? What about mama? Chicken. You have chicken, mama chicken. Dono pola pizza. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇന്നിപ്പോൾ മാരുതിയുടെ ഷോറൂമിൽ വന്നതാണ്. വണ്ടിക്ക് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എൻ്റെ മനസ്സിലൊരു ഡൗട്ടാണ്. അപ്പോൾ അതും കൂടെ ക്ലിയർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നത് നിഖിലാണ്. ഹായ് നിഖിൽ. അപ്പോൾ നിഖിലിൻ്റെ അടുത്ത് സംസാരിച്ച് വണ്ടിയുടെ കാര്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെലിവറിയുടെ സമയത്ത് അത് നോക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് മനസ്സിൽ വന്ന കാര്യമാണ്. എന്തൊക്കെയാണെന്നുള്ളത് ഞാനത് ഡെലിവറി കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലു പോകുന്നു. ക്രിസ്മസിൻ്റെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കുന്നു ഉള്ള കാര്യങ്ങൾ. ഹലോ, ഹായ് മമ്മ. ഹായ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വെസ്റ്റ് സൈഡിൽ വന്നിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ഡ്രസ്സ് മമ്മിക്ക് എടുത്ത് കൊടുക്കാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്രിസ്മസിനാണല്ലോ നമ്മൾ കാറ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതിന് മമ്മിക്കൊരു അടിപൊളി ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുവാണ്. എന്തായാലും ലല്ലൂഷിനെ അറിയത്തില്ല ഞാൻ വണ്ടി എടുക്കുന്ന കാര്യം. ബിക്കോസ് ഇത് സർപ്രൈസാണ്. ബിക്കോസ് ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് സർപ്രൈസായിട്ട് ചെന്ന് കാണിക്കാമെന്നാണ് ഇരിക്കുന്നത്.
അപ്പോൾ എന്തായാലും അദ്ദേഹം നെട്ടിപ്പോവും ഞാൻ ഈ വണ്ടിയായിട്ട് ചെല്ലുമ്പോൾ. ഓക്കെ, നടന്നോ അമ്മ? ശരിക്കും ഈ സൈഡാ ചുരിദാർ, മമ്മിക്ക് ഈ സൈഡാ ചുരിദാർ. ക്രിസ്മസിന് പറ്റിയ ഡ്രസ്സാണല്ലോ, അടിപൊളി. ക്രിസ്മസിന് ജോർജി ആണെങ്കിൽ നല്ലത്. മമ്മി എന്നെ കളറാണല്ലോ, റെഡ് കളർ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഹലോ, ഇന്നിപ്പോൾ ഡിസംബർ 22 നമ്മുടെ ജോർജി ആൻ്റണിയുടെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ക്ലാസ് തീരുന്നത്. ക്രിസ്മസ് ലീവാണ് ഇന്ന് മുതൽ. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ജാനുവരി 5 അവരുടെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ അവരെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു വീഡിയോ എടുക്കുവാണ്. നമ്മുടെ കാറിൻ്റെ കാര്യങ്ങൾ, കുറച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ 16 ഇത് ബുക്ക് ചെയ്തത്. ഡിസംബർ 16 ഞാൻ ബുക്ക് ചെയ്തു, പേയ്മെൻറ്റ് ചെയ്തു. പെട്ടെന്ന് ചെറിയ വണ്ടി എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഞാൻ ഇതിന് മുന്നേ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് സീരിയലിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ബുക്ക് ചെയ്ത വണ്ടി മാരുതി 800 ആണ്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന വണ്ടി മാരുതി 800 1993 ഞാൻ ആദ്യമായിട്ട് മാരുതി 800 എടുക്കുന്നത്. അതെടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ ചേർന്ന് 10 കസിൻസ് കൂടെ അതിനകത്ത് വണ്ടി വന്നിരിക്കുന്നാലും അങ്ങനെ ചേർന്ന് ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടാണ് പുറത്ത് പോകുന്നത്. അത് ഡിക്കിക്കകത്തൊക്കെ എങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഇരിക്കാമെന്ന് അറിയത്തില്ല. എനിക്കിപ്പോൾ ആലോചിച്ച് ചിരി വരുന്നു, അവരൊക്കെ എങ്ങനെ ഇരുന്നു തന്നെ. ഇങ്ങനെ ഡോർ തുറക്കുമ്പോൾ എല്ലാവരും കൂടെ ചാടിയാണ് താഴേക്ക് വീഴുന്നത്. ബിക്കോസ് വണ്ടി കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഒരേ ഒരു എന്താ പറയുക, ഒരു സ്ഥലത്തായിരുന്നു എല്ലാവരും. മമ്മിയുടെ ബ്രദേഴ്സും മമ്മിയൊക്കെ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ഞങ്ങൾ തമിഴ്നാട്ടിലാണെങ്കിലും തിരിച്ചു വന്ന ശേഷം ഞങ്ങളിവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. സോ അപ്പോൾ കസിൻസ് എല്ലാവരും കൂടെ ചേർന്ന് പുറത്ത് പോകലും ഒക്കെ ഇങ്ങനെ ഈ 800-നകത്താണ് കയറി പോകുന്നതൊക്കെ. പിന്നെ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹം, കുറച്ച് വലിയ വണ്ടി മേടിക്കണമെന്നുള്ളത്. അപ്പോൾ കുറച്ച് പൈസയേ ആയിട്ടുള്ളൂ, ഒരുപാട് പൈസയൊന്നും ആയിട്ടില്ല, കുറച്ച് പൈസ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഇളയ ബ്രദർ ബോണി, അവൻ ഭയങ്കര ക്രേസാണ് വണ്ടിനോട്. ബോബിക്ക് ഭയങ്കര ക്രേസാണ്, എന്നാലും ബോണിക്ക് കുറച്ചും കൂടെ കൂടുതലായിരുന്നു വണ്ടി ഓടിക്കാൻ. അവൻ 10-14 വയസ്സിലൊക്കെ ഇരുന്ന് അവൻ്റെ തലയിനിട്ട് കയറിയിരുന്ന് ഓടിക്കുന്നത് നമുക്ക് പേടിയാണ്. ദൈവമേ, വരെ പിടുത്തം വന്നിരുന്നെങ്കിൽ എന്നാ ചെയ്താനേ. അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം സഹായിച്ചൊന്നും സംഭവിച്ചില്ല. അവൻ എക്സ്പേർട്ടായിട്ട് ഓടിച്ച് നമ്മളെല്ലാ സ്ഥലത്തും കൊണ്ടുപോയി. എനിക്ക് അവൻ്റെ കൂടെ ഇരുന്ന് കംഫർട്ടബിൾ ഒന്നും എനിക്ക് ആരും ഓടിച്ചാലും, ഇപ്പോൾ സിസ്റ്റർ ഓടിച്ചാലും മൂത്ത ബ്രദർ ഓടിച്ചാലും ഓക്കെയാണ്, ഇല്ലെന്നല്ല. പക്ഷേ കുറച്ച് കൂടുതൽ കംഫർട്ടബിൾ എൻ്റെ ഇളയ ബ്രദർ ഓടിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ സ്ഥലത്തും പോകുന്നത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞു, നമുക്ക് A-സ്റ്റാർ എടുക്കാം, കുറച്ച് നല്ല വണ്ടിയാണ് A-സ്റ്റാർ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ A-സ്റ്റാർ എടുത്തു. അപ്പോൾ ആദ്യത്തെ വണ്ടി 800 എടുത്തപ്പോൾ അത് മമ്മിയുടെ പേരിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്. ബിക്കോസ് എനിക്കന്ന് അതിനോട് വലിയ, ഞാൻ പറയാമല്ലോ, ഉള്ള സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്കങ്ങനെ
വണ്ടിനോടൊരു ക്രേസ് ഇല്ല. പക്ഷെ എനിക്ക് വണ്ടികളെല്ലാം പൊതുവെ ഒരു പെണ്ണുങ്ങൾക്ക് അത്രയും വണ്ടികളോട് ഇതുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് പൊതുവെ വണ്ടിനോട് ഇഷ്ടമാണെങ്കിലും ഇങ്ങനെ എനിക്കത് വേണം അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു മമ്മി എന്നാൽ പിന്നെ മമ്മിയുടെ പേരിലെടുത്തു എന്ന് പറഞ്ഞു. മമ്മിയുടെ പേരിൽ അന്ന് കിട്ടുമായിരിക്കണം, എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. മമ്മിയുടെ പേരിലാണ് മമ്മി വണ്ടി എടുത്തത്. അതിനുശേഷം A സ്റ്റാർ എടുത്തപ്പോഴും മമ്മി പറഞ്ഞ് എൻ്റെ പേരിലെടുക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, മമ്മിയുടെ പേരിലെടുത്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളത് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും 2005 ആയപ്പോൾ ഞാൻ US പോയപ്പോൾ എനിക്ക് കിട്ടിയ അഡ്വാൻസ് കൊണ്ടിട്ടാണ് ഞാൻ ഹോണ്ട സിറ്റി എടുക്കുന്നത്. അന്നത്തെ സമയത്ത് ഇറങ്ങിയ ഹോണ്ട സിറ്റി സൂപ്പർ ഹോണ്ട സിറ്റിയാണ്. 2005 എടുത്ത ഹോണ്ട സിറ്റിയാണത്. 2006 ചിങ്ങം 1 അന്നാണ്. ചിങ്ങം 1 മോർണിംഗ് ആണ് ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത്. എനിക്ക് തല പൊക്കാൻ പോലും വയ്യ, ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പം മമ്മി ചോദിച്ചു ഞാൻ വണ്ടി എടുക്കാൻ പോകുന്നു, അതും മമ്മിയുടെ പേരിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മമ്മി ചോദിച്ചു നീ വരുന്നില്ലേ ഷോറൂമിലേക്ക്? ഞാൻ പറഞ്ഞു മമ്മിനെ നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല, എനിക്കൊന്ന് ബെഡ് കണ്ട് കിടന്നാൽ മതി, ഉറങ്ങിയാൽ മതി. ഞാൻ സുഖം ഉറക്കം. വണ്ടി എടുത്ത് ഡെലിവറി ചെയ്തു, വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രണ്ടിലിട്ടു. 3 ദിവസമായിട്ട് ഞാൻ വണ്ടി എങ്ങനെയാണെന്ന് പോലും പോയി നോക്കിയിട്ടില്ല. എന്നുവെച്ചാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തറവാടാണ്, തറവാടിൻ്റെ ബാക്കിലാണ് ഞങ്ങൾ വീട് വെച്ചത്. അപ്പോൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ വന്ന് നോക്കാൻ പോലും എനിക്ക് മനസ്സില്ല. സത്യം പറഞ്ഞാൽ അതാണ് മനസ്സില്ല. പുതിയ വണ്ടി വന്നിട്ട് കിടപ്പുണ്ടെന്ന് അറിയാൻ മനസ്സില്ല. അങ്ങനെ ഹോണ്ട സിറ്റി 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു. നല്ല അടിപൊളി വൈറ്റ് വണ്ടിയായിരുന്നു. ആദ്യത്തെ വണ്ടി മാരുതി 800 വൈറ്റ് ആയിരുന്നു. സെക്കൻഡ് A സ്റ്റാർ വന്നിട്ട് ഒരു എന്താ പറയുക റെഡ് കളറിൽ, എന്താ പറയുന്നത്, ഒരു ഇഷ്ടിയ കളറില്ലേ, അങ്ങനത്തെ ഒരു കളറായിരുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഹോണ്ട സിറ്റി ആയിരുന്നു. അങ്ങനെ അതും മമ്മയുടെ പേരില്ല. അങ്ങനെ 3 വണ്ടിയും മമ്മയുടെ പേരില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനത് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ ഓടിച്ച് നടക്കുകയല്ലേ. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഇവിടുത്തെ ട്രാൻഡ്രം പോവുക വരുക ഒക്കെ എല്ലാം ഹോണ്ട സിറ്റിയിലാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വലിയ വണ്ടി മേടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുള്ള ക്യാഷും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല. അതിനുള്ള എൻ്റെ കല്യാണമായി. 2013 ആയപ്പോഴത്തേക്ക് എൻ്റെ കല്യാണമായി. അപ്പോൾ വണ്ടി പഴകി. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുക്കാം. പക്ഷേ അപ്പോഴത്തേക്ക് മമ്മി പറഞ്ഞ് വേണ്ട, പൈസ അതിലേക്കൊന്നും കളയണ്ട, അത്യാവശ്യം ഇപ്പോൾ വണ്ടി ഉണ്ടല്ലോ, 2 വണ്ടി ഉണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞു. ഓക്കെ. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വരുമ്പോഴത്തേക്കും ഹസ്ബൻഡിനും ഉണ്ടായിരുന്ന വണ്ടി എന്ന് പറയുന്നത്, ഞാൻ കാണുമ്പോൾ ഹസ്ബൻഡ് ഒരു വണ്ടി പ്രാന്തനാന്നുള്ളത് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയത്തില്ല, അവരുടെ നാട്ടുകാർ പറഞ്ഞ വണ്ടി പ്രാന്തനാന്നാണ് അറിഞ്ഞത്. എന്തായാലും പുള്ളി ഓടിക്കാത്ത വണ്ടികളൊന്നുമില്ല. അപ്പോൾ പുള്ളിയുടെ ഫാമിലി എല്ലാവരും ഇഷ്ടംപോലെ വണ്ടി എടുത്ത് ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും ഫോർച്യൂണറാണ് ഉള്ളത്. ഫോർച്യൂണർ മാനുവലെടുത്ത് ഞാൻ ഓടിച്ച് നടക്കും, ഒക്കെ ശരിയാണ്. അത് കഴിഞ്ഞ് 2013 കഴിഞ്ഞ് 14-15 ആയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരു വണ്ടി എടുക്കാൻ പോവാണ്, അതിൻ്റെ പേരാണ് റേഞ്ച് റോവർ. ഞാൻ പറഞ്ഞു റേഞ്ച് റോവർ അതെന്ത് വണ്ടിയാണ്? അപ്പോൾ ഒരു ദിവസം എന്നെ റോട്ടിൽ കാണിച്ചു തന്നു. ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല, എന്താണ് റേഞ്ച് റോവർ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ടു ബി ഓണസ്റ്റ്, എനിക്ക് ഞാൻ എൻ്റെ സത്യമാണ് ഇതെല്ലാം പറയുന്നത്. എനിക്ക് റേഞ്ച് റോവർ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതാണ് സൂപ്പർ വണ്ടിയാണ് റേഞ്ച് റോവർ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എടുത്തു. ഞാൻ നോക്കിയപ്പോൾ ഒരു വണ്ടിയുടെ വില എന്ന് പറയുന്നത് 75 ലക്ഷം. ഞാൻ പറഞ്ഞു 75 ലക്ഷം രൂപയെ റേഞ്ച് റോവറിനോ? ഇതിൻ്റെ അടുത്ത സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഞങ്ങളെടുത്തത് റേഞ്ച് റോവർ ഇവോക്കാണ്. അപ്പോൾ 2015 എടുക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് 2015 നമ്മളിത് എടുക്കുവാണ്. ഇത് കഴിഞ്ഞ് പിന്നത്തെ വണ്ടി ഒരു 5 വർഷമാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് വേറെ വണ്ടി എടുക്കാം. ഓക്കെ. അത് കഴിഞ്ഞ് 2015 എടുത്ത വണ്ടി റേഞ്ച് റോവർ ഞങ്ങൾ പോയി ഫസ്റ്റ് എടുത്തു. അപ്പോൾ എന്താന്ന് പോലും റേഞ്ച് റോവർ അറിയത്തില്ല, നമ്മളെടുത്തു. അത് കഴിഞ്ഞ ശേഷം 2018 ആയപ്പോഴത്തേക്കും എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത്, അത് ഓഗസ്റ്റ് 5th എൻ്റെ ബർത്ത്ഡേ. അപ്പം അതിന് മുന്നത്തെ ഒരു മാസത്തിന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു ഫോർച്യൂണർ എടുക്കാൻ പോവാണ്, ഫുള്ളി ഓട്ടോമാറ്റിക്. അപ്പോൾ ഞാൻ എടുക്കുന്നത് നിൻ്റെ പേരിലാണ്. ഞാൻ പറഞ്ഞു എൻ്റെ പേരിലാണ് എടുക്കുന്നത്. അതെന്തിനാന്ന് ചോദിച്ചു. നിങ്ങളുടെ പേരിൽ തന്നെ എടുത്തു. ഇല്ല നിൻ്റെ പേരിലാണ് ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ചെറിയ വണ്ടിയാണ്, എനിക്ക് സെഡാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ പറഞ്ഞു എനിക്ക് സെഡാൻ എടുത്ത് തന്നാൽ മതി. ഇല്ല എനിക്ക് ഫോർച്യൂണർ ഇഷ്ടം. ഞാൻ പറഞ്ഞു സ്വന്തം ഇഷ്ടം ഫോർച്യൂണർ ആണെങ്കിൽ പിന്നെ സ്വന്തം ഇഷ്ടം ഫോർച്യൂണർ ലല്ലുയുടെ പേരിലെടുത്തു. ഇല്ല എനിക്ക് നിൻ്റെ പേരിലെടുക്കണം. ആയിക്കോട്ടെ, ഇതാണ് സത്യം. അത് കഴിഞ്ഞ് പുള്ളി 2017-18 ആയപ്പോഴത്തേക്കും എൻ്റെ പേരിൽ ഫോർച്യൂണർ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് എടുത്തു തന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അതിലാണ് ഇപ്പോഴും ഞാൻ അതിലാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിച്ച് വന്ന ശേഷമുള്ള വണ്ടിയാണ് റേഞ്ച് റോവറും ഫോർച്യൂണർ, ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്. ഇത്
അത് കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു അത് 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്തെങ്കിലും ആലോചിക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നു. ഇതിൻ്റെ ഇടയിൽ വേറെ ഒരുപാട് ന്യൂസ്. ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ എന്താ പറയണ ഒരു ഫംഗ്ഷനൊക്കെ പോയപ്പോഴത്തേക്ക് അവിടെ ആരോ പ്രസംഗിക്കുന്നൊക്കെ കണ്ടു. എന്നുവെച്ചാൽ ആ കല്യാണം കഴിച്ച കുട്ടി വളരെ സിമ്പിളായിട്ട്, അപ്പം നമുക്കത് ഹേർട്ട് ചെയ്തു കേട്ടപ്പോൾ. ആ കുട്ടി വളരെ സിമ്പിളായിട്ട് ആ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ലോലിപോപ്പ് വാങ്ങിച്ച് കൊടുത്താലും ആ കുട്ടി യൂസ് ചെയ്തോളും. ഒരു കാറ് വേണമെന്നൊന്നും പറയത്തില്ല. ദൈവം ഞാൻ ആലോചിച്ചു, അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ കാറ് വേണമെന്ന് പറയത്തില്ല. ഭർത്താവിൻ്റെ അടുത്ത് ഒരിക്കലും കാറ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കാറ് മേടിപ്പിക്കത്തൊന്നുമില്ല. അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഞാനും മനസ്സാവാച കർമ്മ. ഇപ്പോഴും ഞാൻ ഇതിന്ന് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതാണ്. മനസ്സാവാച കർമ്മ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാനൊരു കാറ് വേണമെന്നൊരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ എനിക്ക് ഭർത്താവ് വാങ്ങിച്ചു തന്നത് എൻ്റെ മനസ്സിലാഗ്രഹം ആക്ച്വലി സെഡാൻ കാറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹമുള്ള വണ്ടി, അതായത് എന്നെ പേരിൽ ബുക്ക് ചെയ്യും. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഫാദർ ഇതുപോലെ വലിയൊരു എന്താ പറയുക, അവരുടെ മദറിൻ്റെ പേരിലേക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടി ബുക്ക് ചെയ്തു. ബെൻസാണ്. ബെൻസ് വണ്ടി ബുക്ക് ചെയ്തിട്ടാണ് ദുബായിൽ നിന്ന് ബെൻസ് ഇറക്കിയിട്ടാണ് മദറിന് കൊണ്ടുവന്ന് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അതുപോലെ മകനത് കണ്ടാക്കുന്ന കാരണം മകനത് എനിക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ആരോ വന്നിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. സോറി, നമുക്കൊരു ചേച്ചിയാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ വണ്ടികൾ ഇപ്പോൾ ഞാൻ അഭിനയിച്ച് പൈസ ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് വേണമെങ്കിൽ എൻ്റെ വണ്ടികളെല്ലാം തന്നെ എൻ്റെ പേര് വെക്കായിരുന്നു. എൻ്റെ 3 വണ്ടി എൻ്റെ അമ്മയുടെ പേരിലാണ്. അപ്പം അതിനുശേഷം 2006 ഞാൻ ഹോണ്ട സിറ്റി വാങ്ങിച്ചത്. 2026 20 വർഷമായി. എനിക്കിതിൻ്റെ ഇടയിൽ പൈസ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ സേവിങ്സിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വെച്ചിട്ട് പൈസ തന്നതാണെങ്കിൽ പോലും, എന്തെങ്കിലും ആവശ്യത്തിന് തന്നെ അതാണെങ്കിൽ പോലും എനിക്കത് വേണമെങ്കിൽ എടുത്ത് അടിപൊളി വണ്ടി എടുത്ത് നടക്കാം. പക്ഷെ ഞാനതൊന്നും ചെയ്തില്ല. എനിക്ക് വണ്ടീനോട് അങ്ങനെ ഞാൻ പറഞ്ഞത് ഇഷ്ടമാണ്. എനിക്ക് ഒരു വണ്ടികൾ കാണുമ്പോൾ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ അതിനോട് ക്രേസില്ല. ഇപ്പം നമുക്ക് അത്യാവശ്യം ഒരു വണ്ടിയുണ്ട്, അത്യാവശ്യം രണ്ടാമത്തെ ഒരു വണ്ടിയുണ്ട്. അത് റേഞ്ച് റോവറുണ്ട്, ഫോർച്യൂണറുണ്ട്. നടക്കാനുള്ളത് മതിയല്ലോ എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് പെട്ടെന്ന് ചെറിയ ബാറ്ററി വണ്ടി കണ്ടപ്പോൾ, MGയുടെ ഒരു ബാറ്ററി വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ചെറിയ ഒരു കാറുണ്ടല്ലോ, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ആ വണ്ടി ഭയങ്കര ആഗ്രഹമുണ്ട്, ചെറുതെടുക്കുക. നീ എവിടെ ഇരിക്കാൻ, നീ 2 മക്കളിരുന്ന് കഴിഞ്ഞാൽ വേറെ നിൻ്റെ സ്റ്റാഫ് കയറി ഇരിക്കാൻ ഒരു പെട്ടി വെക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. എന്തിനാ അങ്ങനത്തെ വണ്ടി? 10 ലക്ഷം രൂപയും കൊടുത്ത് നമ്മൾ അങ്ങനത്തെ ഒരു ചെറിയ വണ്ടി എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ ഫൈൻ. ഇപ്പം ഞാനൊരു ഓഫീസിൽ പോകണമെങ്കിൽ എനിക്ക് അത്യാവശ്യം ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ ഓക്കെയാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പിള്ളേരുടെ ബാഗ് വെക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഇച്ചിരി കൂടെ വലിയ വണ്ടി വേണം. അപ്പോൾ ക്യൂട്ടായിരിക്കണം, പക്ഷേ ഭംഗിയുണ്ടാകണം. അപ്പം എന്താ പറയുക, വേറെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ചെറിയ ഒരു സുസുക്കിയുടെ ഒരു വണ്ടിയായിരുന്നു. എനിക്ക് മറ്റുള്ള ഇപ്പോൾ കിയയുടെ ഉണ്ട്, പിന്നെ ഹ്യുണ്ടായി ഉണ്ട്, ഒരുപാട് ഇപ്പോൾ ചെറിയ ക്യൂട്ട് വണ്ടികളുണ്ട്. എല്ലാവർക്കും എല്ലാ വണ്ടികളും ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം MGനോടായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അങ്ങനെ അപ്പോൾ പിന്നെ അത് മനസ്സിൽ നിന്ന് മാറ്റി. അപ്പം ഞാൻ എന്തായാലും, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് ഇനിയിപ്പോൾ ചെറിയ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ എടുത്തോ എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വേണോ ഇത് വേണോ അത് വേണോ ഇങ്ങനെ ചോദിക്കാൻ എന്നാൽ അദ്ദേഹം എൻ്റെ മൈൻഡ് അങ്ങ് മാറ്റും. എന്തിനാ ഇപ്പോൾ ആ വണ്ടി, അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്, അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതങ്ങ് മാറ്റും. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഇപ്പം എനിക്ക് എടുക്കണം എന്നൊരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കണം. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എടുത്തേക്കാം, വേറെ മാറ്റം വേണ്ട. വേറെ ആരോടും ഡിസ്കസ് ചെയ്യാൻ പോയില്ല, ഞാൻ ഒറ്റയ്ക്ക്. ബിക്കോസ് എൻ്റെ അമ്മയോട് ചോദിച്ചാൽ അമ്മ വേറെ ഡബിൾ മൈൻഡ് പറയും, സിസ്റ്ററിനോട് ചോദിച്ചാൽ വേറെ കാര്യങ്ങൾ പറയും. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വണ്ടി പോയി കണ്ടു. അപ്പോഴത്തേക്ക് എൻ്റെ മമ്മി വിളിച്ചു, നീ എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ ഈ അമ്മ വിളിച്ചാലോ കാര്യം പറയും. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഷോറൂമിൽ ഇരിക്കുക. അയ്യോ ഒന്ന് ഞാൻ വന്നിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ മമ്മി വന്നിട്ട് എടുക്കുന്നുള്ളൂ. അങ്ങനെ മമ്മി വന്ന്, മമ്മിയും സിസ്റ്ററും കൂടെ വന്ന് അവരും കൂടെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പറയുന്ന ഫ്രോൺസ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഫ്രോൺസ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിരിക്കുവാണ്. അപ്പോൾ ഫ്രോൺസ് എടുക്കാം മമ്മി, ഇതൊന്ന് കണ്ടു നോക്കുക. സ്വിഫ്റ്റ് കിടപ്പുണ്ട്. ബിക്കോസ് സ്വിഫ്റ്റ് നമ്മളിപ്പോൾ എപ്പോഴും കാണുന്നതല്ലേ. ഇപ്പോൾ ഫ്രോൺസ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഒരു ക്യൂട്ടാണ്, ചെറുതാണ്, പക്ഷേ കാണാനൊരു ഭംഗിയുണ്ട്. ഒരു കുഞ്ഞ് റേഞ്ച് റോവറിൻ്റെ സ്റ്റൈലുമാണ്. അപ്പോൾ എനിക്ക് റേഞ്ച് റോവർ എടുത്തപ്പോഴും ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. റേഞ്ച് റോവർ ഇംഗ്ലണ്ട് കമ്പനിയാണ് ഒക്കെ എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇംഗ്ലണ്ട് കമ്പനിയാണെന്ന് മനസ്സിലായി. അല്ലാതെ റേഞ്ച് റോവർ എന്ത് കമ്പനിയാണെന്നോ എവിടുത്തെ സ്ഥലത്തുള്ള വണ്ടിയാണെന്നോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് റെഡാണ് എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ടത്. പിന്നെ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു വൈറ്റും ബ്ലാക്കും ഒന്നും എനിക്കിഷ്ടമല്ല. റെഡ് ഞാൻ ഊട്ടിയിൽ ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്കും
ഏതോ തമിഴ്നാട് രജിസ്ട്രേഷനിൽ ഒരു വണ്ടി റെഡ് ഇറങ്ങി വരുന്നതാണ്. എനിക്ക് അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് റേഞ്ച് റോവർ എടുക്കണമെങ്കിൽ റെഡ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ റെഡാണ് ഞങ്ങൾ എടുത്തത്. ഇപ്പോൾ അതേ ഏകദേശം റേഞ്ച് റോവറിൻ്റെ ഒരു ചെറിയ ഫീച്ചറുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ ഫ്രോൺസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതാണ് ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പോഴും സിസ്റ്ററുണ്ട് മദറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി എൻ്റെ പേരിൽ എടുക്കുവാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ പേര് ബുക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ ഈ 20 വർഷത്തിൽ എനിക്ക് വേണമെങ്കിൽ ഇതിലും വലിയ വണ്ടി എടുക്കാമായിരുന്നു. അതൊന്നും ഞാൻ ചെയ്തില്ല. എനിക്കിപ്പോൾ ചെറുതായിട്ടുള്ള ഈ ഒരു വണ്ടി ഇത് കഴിഞ്ഞിട്ടുള്ള ശേഷം ഇനിയിപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് ഒരു 2 വണ്ടി അതെടുക്കാൻ ദൈവവിധി ഉണ്ടെങ്കിൽ ആ 2 വണ്ടിയും കൂടെ എടുക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയും കൂടെ ഇടാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ എടുക്കുന്ന 4ാമത്തെ വണ്ടിയാണ് ഈ പറയുന്ന നമ്മുടെ ഫ്രോൺസ് എന്ന് വെച്ചാൽ മാരുതി 800 കഴിഞ്ഞിട്ട് A-സ്റ്റാർ കഴിഞ്ഞ് ഹോണ്ട സിറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് എൻ്റെ പേരിൽ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വണ്ടിയാണ് ഫ്രോൺസ്. അപ്പോൾ എന്താ പറയുക, ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ 22. അപ്പോൾ ഞാൻ വണ്ടി എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 25th മോർണിംഗ്. ഇപ്പോൾ രാവിലെ 7 മണിക്ക് കുർബാനയ്ക്ക് പോകണം. കുർബാന കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നേരെ ഷോറൂമിൽ പോകണം. അപ്പോൾ ഷോറൂമിൽ ഒത്തിരി പേരുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, എനിക്ക് ഈശോ തരുന്ന ഒരു ഗിഫ്റ്റാണ്, സാന്റ തരുന്നൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമുക്കൊരു ഗിഫ്റ്റായിട്ട് എനിക്കൊരു ഗിഫ്റ്റായിട്ട് ക്രിസ്മസിന് അന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഞാൻ ഗിഫ്റ്റ് അന്ന് എടുക്കുമെന്നുള്ള. ബിക്കോസ് ഞാൻ 16th പോയി അവരോട് ചോദിച്ചാൽ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വണ്ടി ഒരെണ്ണമുണ്ട്. അപ്പോൾ ഞാൻ നോക്കി ഫ്രോൺസ് ഒന്നും എൻ്റെ മനസ്സിൽ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ജസ്റ്റ് കാണുക, ഏതെങ്കിലും ചെറിയ വണ്ടി ഓക്കെയാണ്, ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഏതാണ് വണ്ടി ഉള്ളത്, ഇപ്പോൾ തരാൻ റെഡിയാണോ എന്നാണ് അവർ ചോദിച്ചത്. എന്നാ വേണ്ട, ഞാൻ പറഞ്ഞു എനിക്ക് വന്നിട്ട് 16th ഞാൻ 16th ബുക്ക് ചെയ്യാൻ പോയത്. ഞാൻ പോയത് എന്നാണ് 9th പോയെന്ന് തോന്നുന്നു. 9th പോയിട്ട് ഞാൻ പറഞ്ഞു 16th എനിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല 16th തരാൻ പറ്റത്തില്ല, വണ്ടി ബാംഗ്ലൂരാണ്, അത് ഇറങ്ങാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേറൊരു ഡേറ്റ് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറൊരു ഡേറ്റ് ആണെങ്കിൽ പിന്നെ 25th നോക്കിയാൽ മതി. അപ്പോൾ 25th രാവിലെ എല്ലാ രജിസ്ട്രേഷനും എല്ലാം കഴിഞ്ഞ് വണ്ടി ഇട്ടേക്കാം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ഈശോ തരുന്ന എനിക്ക് ആദ്യത്തെ ഗിഫ്റ്റായിട്ട് ഞാൻ എൻ്റെ പേരിൽ ഞാൻ ഈ വണ്ടി എടുക്കുന്നത് ഫ്രോൺസ്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എടുത്ത റേഞ്ച് റോവർ എടുത്ത ഫോട്ടോസും ചിലപ്പോൾ മാരുതിയുടെ കൂടെ നിൽക്കുന്ന ചില ഫോട്ടോസും ഒക്കെ ഉണ്ടെങ്കിൽ, കയ്യിൽ പഴയ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യാം, എല്ലാം കാണുക. ഓക്കെ, അതൊരു ചെറിയൊരു വ്ളോഗിൽ കിടക്കുമ്പോൾ ഇത് പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒരു ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ആഗ്രഹമായിട്ടുള്ള ഒരു ചെറിയ വണ്ടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് അത് എടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഈ ഒരു ക്ലിപ്പിങ്സ് ഞാൻ ചിലപ്പോൾ ലാസ്റ്റ് ഇടുമായിരിക്കാം, ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ ആഡ് ചെയ്യുമായിരിക്കും. എന്തായാലും കാണുക. ഓക്കെ, അപ്പം നമ്മൾ ക്രിസ്മസ് അറ്റാറിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പൊ ക്രിസ്മസിന്റെ രാവിലെ കുർബാന കഴിഞ്ഞ് വന്ന ഡ്രസ് എല്ലാം മാറി. അപ്പോ ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് എവിടെയാണ് നമ്മൾ പോകുന്നത്? നോ, അടുത്ത സുസുക്കി കണ്ട, പുതിയ സുസുക്കി. ഹലോ, ഗുഡ് മോർണിംഗ്. മെറി ക്രിസ്മസ് പറഞ്ഞു. മെറി ക്രിസ്മസ്. ഞങ്ങളിപ്പോൾ കറക്റ്റ് 7 മണിയായി. ഞങ്ങൾ നേരെ പള്ളിയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് പള്ളിയിൽ പോയി കുർബാന കാണണം. കുർബാന കണ്ട് തിരിച്ച് വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. സർപ്രൈസ് നോക്കിക്കേ, കണ്ട നമ്മുടെ ഉണ്ണീശോട് നോക്കിക്കേ. ഉണ്ണീശോ ജനിച്ച് മെറി ക്രിസ്മസ്. We wish you a Merry Christmas. ഇവിടെ വാ, ഇവിടെ ആന്റി ചോദിച്ചു വാ. We wish you a Merry Christmas. Merry Christmas, Merry Christmas. We wish you. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് പള്ളിയിൽ പോകാൻ പോകുന്നത്. ആന്റണി വാ മോനെ. മെറി ക്രിസ്മസ് ചേച്ചിമാരെ. സൂപ്പർ ഡ്രസ് സാരി.
ഇത്രയും ചേച്ചിയല്ലേ ഉള്ളത്. എങ്ങനെയുണ്ട് സാരി ചേച്ചിയുടെ? ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ ചേച്ചി ഉച്ചയ്ക്ക് വരുന്നില്ലല്ലോ, ചേച്ചി വീട്ടിൽ പോവാണ്. ഓക്കെ, ബൈ. ഇന്ന് 2025 12/2025 ഡിസംബർ. നമ്മൾ രാവിലെ 11 മണിക്ക് നമ്മൾ വണ്ടി എടുക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ ഇവിടെ നിൽക്കാം, വാ എല്ലാവരും വാ, ഒരു വീഡിയോ ഫോട്ടോ. വാ നീല, ഞാനും ആദ്യം ഇവിടെ ഫോട്ടോ എടുത്തു പോലെ. പിന്നെ നീ എന്താ നമുക്കിത് കഴിഞ്ഞ് വലിയ ചോക്ലേറ്റ് തരണ്ടേ സാന്റ? കാണുന്നില്ല ഫേസ്ബുക്കിൽ. എവിടെ നോക്ക്? ക്യാമറ നേരെ നിൽക്കാൻ നീ ഇവിടെ നോക്കണം. അവിടെ അയാളിനെ കണ്ട് ഞങ്ങള് ഗ്രീൻ ഡ്രസ് എടുത്തല്ലേ. അയാൾ മമ്മി നിന്നോ സൈഡില്? മമ്മി സൈഡിൽ ജോജി ഇവിടെ അത് പറയുമ്പോ ജസ്റ്റ് 2 സൈഡിൽ നിന്ന് പൊക്കിട്ടോ, ബാക്കി അച്ഛനെ വലിച്ചോളും കേട്ടോ. പറയാണ്ടോ വേണ്ടി ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുക്കാം. ഒരുമിച്ച് നോക്കാം, അടുത്ത് നിന്നോട്ടാ. അപ്പൊ പിന്നെ കാറേ കാണില്ല.
കാണില്ല ഇപ്പഴാ കളിപ്പിക്കുന്നു ഇപ്പഴാ ജോർജി അല്ല എന്നെ നോക്കിയ ഓക്കെ ജോർജി ഇവിടെ പിടിക്കണം ആന്റണി അമ്മയോട് നോക്ക് പിടിക്കട്ടെ എല്ലാവരും പിടിക്കാൻ ആനി ഇവിടെ നോക്ക് അമ്മ പിടിച്ചോന്ന് ഇവിടെ നോക്ക് ആനി ഇവിടെ നോക്ക് മമ്മയോട് നോക്ക് ആനി നോക്കി മോനെ ആനി നോക്കി ആന്റിക്ക് ഒരുക്കി ജോർജിക്ക് ഒരുക്കി രണ്ടുപേർക്ക് രണ്ട് ആ കെട്ടി ഒന്നുകൂടി മമ്മയോട് നോക്ക് കുറച്ചുകൂടി കിട്ടുമോ അതെ ജോർജിക്കുട്ടി വിളിച്ചു മമ്മക്ക് കുറച്ച് വെച്ചു മമ്മക്ക് ആരും സ്പീഡിൽ വെച്ചു നമുക്കാരാ തന്നത് നമുക്ക് ആന്റി കൈ തൊടാത്തായിരുന്നു നമ്മൾ അത് കേട്ടില്ലേ നമുക്ക് തന്നെ നോക്കട്ടെ ആ മതി 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 കുഞ്ഞു പീസ് മതി ഇല്ലേ നാളെ ഈ കയ്യിലൊക്കെ കൈ നോക്കണം Bye, Georgie. I think. Auntie, where's my bag? Georgie, happy
മാതാവിൻ്റെ അടുത്ത് വന്നേ. മാതാവേ മാതാവേ നീ പറ. മാതാവേ ഈശ്വരനെ ഈശ്വരേ യേശു പറ. ഈശ്വരേ ഈശ്വരനെ പറ. നീ Holy Spirit come. Angel come. ചോച്ച എന്നെ ഇവിടെ വാ. ഇറങ്ങി വയറിഞ്ഞ് വാ. നമ്മളങ്ങനെ വീട്ടിൽ വന്നു. കീ ആയിട്ട് വന്ന് മാതാവിനെ തുടിച്ച് ജോലി തളർന്നു. രാവിലെ അവൻ എണീറ്റായിരുന്നു. 5 o'clock എണീറ്റായിരുന്നു. അവരെല്ലാവരും തളർന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെറിയൊരു ഷോട്ട്, ഇവരുടെ ആഗ്രഹം അവരുടെ വണ്ടിയും കൂടെ വരണമെന്ന്, അങ്ങനെ അവരുടെ വണ്ടിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഷോട്ട് എടുക്കുക. ഓക്കെ, ബാ ലക്കിക്കുട്ടി ബാ. ലക്കിക്കുട്ടി ബാ. Hold my hand. Georgie, hold left. Georgie, and his hand. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഫോറം മോളിൽ വന്നിരിക്കുകയാണ്. അതിലിപ്പോൾ കയറരുത്. അവിടെ മോളിൽ എല്ലാവരും വെയിറ്റിംഗ്. ജോർജ് അവിടെ കയറിയിരുന്നു. അമ്മ പോയി. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാണ്. ഫോറമോൾ എന്താ വേണ്ടത്? പെപ്പർ സ്പ്രേ. കനാറി വന്ന് പെട്ടെന്ന് കണ്ണിലടിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പോൾ അവൻ അടിച്ചത്. അവൻ്റെ സ്പ്രേ ആണ്. എന്തല്ല മോള് ചോദിച്ച കാര്യം. അവരെ അത് തുറന്നിട്ട് അവരെ അവൻ്റെ പെപ്പർ സ്പ്രേ വാങ്ങി അങ്ങനെ കണ്ണു ഓർഡർ ചെയ്യാം. Japanese food order. Let's see.
എങ്ങനെയുണ്ട് വണ്ടി? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു സോ മച്ച്. ഹലോ, മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. ബच्चे साथ जा. ഓ, ഒരു സെക്കൻഡ് മതി. അവന് നമ്മളെ മോളാണ്, അവൻ എങ്ങനെ ഓടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വണ്ടി എടുത്ത് വീട്ടിൽ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തളർന്നു വന്നിരിക്കുകയാണ്. ഈവനിങ് ആണ് നമ്മൾ അതിൻ്റെ വെഞ്ചിരിപ്പ്. അപ്പോൾ അച്ഛന്മാരാണെങ്കിലും ഈ പറഞ്ഞ പോലെ രാത്രിയെല്ലാം കുർബാനയും കഴിഞ്ഞ് പിന്നെ രാവിലത്തെ കുർബാനയും കഴിഞ്ഞൊക്കെ അച്ഛന്മാർ നല്ല ഉറപ്പാണ്, നമ്മൾ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ എന്തായാലും വൈകിട്ട് കുർബാന കഴിഞ്ഞിട്ട് ചെന്ന് വെഞ്ചിരിക്കാം. ഇങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ. ഓക്കെ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. ആദി ഹായ്. ബോണിയെങ്കിലും അല്ലേ നാനോൻ്റെ ഇല്ലാത്ത കാരണം എന്തോ പോലെ അല്ലേ. ബോണി നാനോനും വീട്ടിൽ ഫംഗ്ഷൻ ഉള്ള കാരണം അവർ ഫാമിലി എല്ലാവരും ദുബായിൽ നിന്നൊക്കെ വന്ന കാരണം അവർ ഗെറ്റ് ടുഗദറിന് പോയിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഇന്ന് പോകും. പറഞ്ഞിരിക്കുന്ന ചിക്കനാണ്. നമ്മൾ ഡെയിലി വീട്ടിൽ ബിരിയാണിയൊക്കെ കഴിക്കില്ല, നമ്മൾ ഈ പ്രാവശ്യം KFC ആക്കി. പിസ്സ KFC. സോറി ജോർജിയുടെ പിസ്സയാണ്, മമ്മ കൊടുത്ത പിസ്സയാണ്. നല്ല പിസ്സ. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഒന്ന് കറങ്ങാൻ പോകും, വെള്ളാർപാടം പോകണം. അത് കഴിഞ്ഞ ശേഷം മാതാവിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ വെഞ്ചിരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ വെഞ്ചിരിക്കും. എവിടെയായാലും പള്ളിയിൽ നിന്ന് എവിടെയായാലും നമ്മൾ എടപ്പള്ളി പള്ളിയിൽ പോകണം, ഗീവർഗീ സാധാരണ അടുത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഇന്ന് മൊത്തം പള്ളികൾ കറങ്ങി ആയിട്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. കണ്ടോ ജോജിക്കുട്ടൻ വെക്കണുണ്ടോ സിബി? സൂപ്പർ ബോയ് ഹാംലെസ്. ആന്റണി വാട്ട് ആർ യു ഡൂയിങ്? ദേ ഇവിടെ ആന്റണി ഇവിടെ, ദേ ജോർജി ഇവിടെ, ദേന സി ജോർജി. ലൈറ്റ് കണ്ട പോവാം, ലൈറ്റുകളാണല്ലോ.
No, 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 no. ബൈക്ക് പിടിച്ചാലും ബൈക്ക് അത് വേണ്ട. നമുക്ക് എന്തോ പോകണ്ട. അവിടെ ചേട്ടൻ കൊടുത്തേക്ക് പോകണം. താങ്ക് യു പറഞ്ഞു. ആർക്ക് പോണ വേണ്ട. ഇവിടെ വന്ന ഹാംബീസിന്റെ കാര്യം ഒന്നും പറയാൻ നിൽക്കണ്ട. ഭയങ്കര തിരക്കാണ്. ഹലോ, അപ്പം നമ്മൾ ഇപ്പം നേരെ എടപ്പള്ളി പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബ്ലസ് ചെയ്ത് വല്ലാർപാടം പോകണം. പിന്നെ ഒരു ഡിന്നർ കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് വരാനായിട്ട്. ഹായ്, എങ്ങനെയുണ്ട് ബാക്കില്? സൂപ്പറാണോ? കുടുക്കമുണ്ടോ? ഒട്ടുമില്ല? നല്ല സ്മൂത്താ? വെരി ഗുഡ്, താങ്ക് യു. എങ്ങനെയുണ്ട് മമ്മ വണ്ടി? സൂപ്പർ വണ്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. അതെ, ഇവന്റെ ഫ്രണ്ടിലിരുന്നിട്ട് പോലും വലിയ കുടുക്കമില്ല, വലിയ നമ്മൾ അറിയുന്നില്ല. ഒരുപാട് ആൾക്കാർ മറകിൽ തന്നെ ചോദിക്കുക, ലല്ലു വിട്ടിട്ട് പോയോ എന്ന്. ഞാൻ പറഞ്ഞു വിട്ടിട്ടൊന്നും പോയിട്ടില്ല. എന്തിനാ വിട്ടിട്ട് പോകുന്നപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം വഴക്കിട്ട് പിരിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു എന്തിനാ പിരിഞ്ഞു പോകുന്നത്? നമ്മൾ തമ്മിൽ വർത്താനം പറയുന്നു അല്ലേ? ലവിന് വണ്ടി ഇഷ്ടപ്പെട്ടല്ലേ? ഭയങ്കര വർത്താണ്. നമ്മളിപ്പോ റേഞ്ചർ സൂപ്പർ. മമ്മ നാനോടെ ഫസ്റ്റ്
വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്ഥലമാണ് തന്തൂർ. അപ്പോൾ നമ്മൾ തന്തൂരിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. തന്തൂർ ഇപ്പോൾ ഒന്ന് അടിപൊളിയാക്കി. ഹായ് മാം. ഫ്ലഫി ഫ്ലഫി പഴയ സ്റ്റൈല്, പഴയതൊക്കെ മാറി പുതിയതായി കണ്ട. നമ്മൾ സീറ്റിംഗ് ഒക്കെ സൂപ്പറായി അല്ലേ മമ്മി? നമ്മൾ തന്തൂരിലല്ലേ വന്നിരിക്കുന്നത്, ഇത്ര വർഷമായിട്ട് വരുന്നതല്ലേ. സെയിം ടേസ്റ്റും സെയിം അടിപൊളിയാട്ടോ. കൃഷ്ണനെ സമ്മതിക്കണം, നല്ല ഫുഡല്ലേ ഫ്ലഫി? സൂപ്പർ. മൈ ഫേവറേറ്റ് ആണ് ഈ ഹോങ്കോങ് ചിക്കൻ. ഇത് കണ്ടോ, മൈ ഫേവറേറ്റ് ആണ്. എത്ര വർഷമായി? 40 വർഷമായിട്ട് കഴിക്കുകയാണ്. സെയിം ടേസ്റ്റാണ്, വെരി നൈസ്. ബട്ടർ നാണും ബട്ടർ ചിക്കനൊക്കെ സെയിം ടേസ്റ്റാണ്. ഹോങ്കോങ് ചിക്കൻ മൈ ഫേവറേറ്റ് ആണ്. എന്തായാലും ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് അടിപൊളിയാണ്. നമ്മൾ വണ്ടി എടുത്തു, നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് തന്തൂരിൽ വന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇത് കഴിഞ്ഞാൽ രാത്രിയായി, നമ്മൾ ധാർവാടൊക്കെ പോയി രാത്രിയായി. എന്തായാലും എന്താ പറയുക, ദൈവത്തിനായിരം നന്ദി. എന്തായാലും കുഴപ്പമില്ല അല്ലേ? ഞാൻ കഴിക്കട്ടെ. അമ്മമ്മ ടാറ്റാ. ഹലോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷിച്ചു, പുതിയ കാർ എടുത്തു, എല്ലാം ചെയ്ത്. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. എനിവേ താങ്ക് യു സോ മച്ച്. പുതിയ വാച്ചായിരുന്നു. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.